ഐതിഹ്യമാല അധ്യായം 41. ചെമ്പകശ്ശേരി രാജാവും മേപ്പത്തൂർ ഭട്ടതിരിയും. പ്രസിദ്ധ വിദ്വാനും മഹാകവിയുമായിരുന്ന മേപ്പത്തൂർ നാരായണ ഭട്ടതിരി ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഇഷ്ടനായിട്ട് കുറച്ചുകാലം അമ്പലപ്പുഴ താമസിച്ചിരുന്നു എന്നുള്ളത് ചരിത്രപ്രസിദ്ധമാണല്ലോ. അദ്ദേഹം അമ്പലപ്പുഴ ചെന്ന് ചേരുവാനും രാജാവിൻ്റെ ഇഷ്ടനായി തീരാനുമുണ്ടായ കാരണത്തെയാണ് ഇവിടെ ആദ്യമായി പറയുവാൻ നോക്കുന്നത്. ഒരു കാലത്ത് അമ്പലപ്പുഴ നാടുവാണിരുന്ന രാജാവിന് പ്രതിദിനം ഒരു ബ്രാഹ്മണനെ കൊണ്ട് ഭാരതം വായിപ്പിച്ച് കേട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ലെന്നുള്ള ഒരു നിഷ്ഠയുണ്ടായിരുന്നു. അതിലേക്ക് പ്രത്യേകം ഒരു ബ്രാഹ്മണനെ ശമ്പളം വെച്ചാക്കിയിട്ടുമുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ഒരു ദിവസത്തെ വായന കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് തിരിച്ചെത്തിക്കൊള്ളാമെന്ന് വിചാരിച്ച് എവിടെയോ പോയി. അദ്ദേഹം വിചാരിച്ചതുപോലെ പിറ്റേ ദിവസത്തെ വായനയ്ക്ക് വന്നെത്തുന്നതിന് എന്തോ കാരണവശാൽ സാധിച്ചില്ല. രാജാവ് നേരത്തെ കുളിയും ദേവാരവുമെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ വായന കേൾക്കുവാൻ ചെന്നിരുന്നു. വളരെ നേരമായിട്ടും വായനക്കാരൻ ബ്രാഹ്മണനെ കണ്ടില്ല. ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞപ്പോഴേക്കും രാജാവിന് വിശപ്പ് കലശായി. എവിടെ നിന്നെങ്കിലും ഒരു ബ്രാഹ്മണനെ ഉടനെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഭടന്മാരെ ഓടിച്ചു. അപ്പോൾ ഒരു രാജാവിന്റെ അടുക്കൽ വെച്ച് വഴിപോക്കനായ ഒരു ബ്രാഹ്മണൻ അമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. ഉടനെ രാജാവ് ആളയച്ച ആ ബ്രാഹ്മണനെ വരുത്തി, ഹേ, അങ്ങയ്ക്ക് കൂട്ടിയ വായന ശീലമുണ്ടോ എന്ന് ചോദിച്ചു. കുറേശ്ശെ പരിചയമുണ്ട് എന്ന് ബ്രാഹ്മണൻ പറയുകയും ഉടനെ രാജാവ് ഭാരതം ഗ്രന്ഥമെടുത്തു കൊടുക്കുകയും ബ്രാഹ്മണൻ വായിച്ചു തുടങ്ങുകയും ചെയ്തു. കർണപർവമാണ് വായിച്ചിരുന്നത്. അതിൽ ഭീമന്റെ കയറ്റത്തെ വർണ്ണിക്കുന്ന ഘട്ടത്തിൽ ഭീമസേന ഗദാസ്ത്രവ ദുര്യോധന വരോധിനീതി ശിഖാഘാർക്കടാവസേവ്യ കർണമൂല പരാശ്രിത എന്ന് കൂട്ടി വായിച്ചു. ഭാരതത്തിൽ ഇല്ലാത്തതായി ഈ ശ്ലോകം കഷണ്ടിതലയനായ തന്നെ പുച്ഛിച്ച് ആ നമ്പൂരി തൽതൃഷ്ണം ഉണ്ടാക്കിയതാണെന്ന് രാജാവിന് മനസ്സിലാവുകയാൽ അങ്ങനെയാണോ മേപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് നിസ്സംശയം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രാജാവിനെ സന്തോഷിപ്പിക്കുന്നതിനായി അദ്ദേഹം അവിഞ്ചജനാസ്തർക്കത്തെരുൾപദം തടിയക്ഷതി തദേ ഭവതു കൽപ്പാന്തം ദേവനാരായണ പ്രഭു ഈ ശ്ലോകവും തക്ഷണം ഉണ്ടാക്കി എന്ന് ചൊല്ലി. ഇദ്ദേഹം മേപ്പത്തൂർ ഭട്ടതിരിയാണെന്നറിഞ്ഞപ്പോൾ രാജാവിന് വളരെ സന്തോഷമുണ്ടാവുകയും ഭട്ടതിരി അന്ന് ഊണ് കഴിച്ചിട്ടില്ലായിരുന്നതിനാൽ അവർ ഒപ്പം ഇരുന്ന് ഊണ് കഴിക്കുകയും രാജാവ് പിന്നെ കുറച്ചു കാലത്തേക്ക് ഭട്ടതിരി അവിടെ താമസിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് മേപ്പത്തൂർ ഭട്ടതിരി അമ്പലപ്പുഴ രാജാവിൻ്റെ ഇഷ്ടനായി അവിടെ താമസിക്കുന്നതിനിടയായത്. ഇങ്ങനെ താമസിച്ചിരുന്ന കാലത്തുണ്ടാക്കിയതാണ് പ്രക്രിയ സർവസ്യം എന്ന വ്യാകരണ ഗ്രന്ഥം. അക്കാലത്ത് ഭട്ടതിരിയോടൊരു നാടകമുണ്ടാക്കണമെന്ന് രാജാവും നാടകമുണ്ടാക്കി കിട്ടിയാൽ കൽപ്പനയുണ്ടെങ്കിൽ അരങ്ങേറ്റം കഴിച്ചു കൊള്ളാമെന്ന് അക്കാലത്തെ അതിസമർത്ഥനായ അവിടെ ഉണ്ടായിരുന്ന ചാക്യാരും പറഞ്ഞു. എങ്കിലും ഭട്ടതിരി ഒരു നാടകമുണ്ടാക്കുവാൻ തക്കവണ്ണമുള്ള പാണ്ഡിത്യവും കവിത്വവും ഒന്നും എനിക്കില്ല. ചാക്യാർക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില ചമ്പു പ്രബന്ധങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നാടകമുണ്ടാക്കാൻ തുനിഞ്ഞതുമില്ല. വലിയ വിദ്വാനും മഹാകവിയുമായിരുന്ന ഭട്ടതിരി തന്നെ ഇപ്രകാരം പറഞ്ഞൊഴിയുന്നത് കണ്ട് അക്കാലത്ത് നാടകാദ്യം കവിത്വത്വം എന്നുള്ളതല്ല, നാടകാന്തം കവിത്വത്വം എന്നുള്ള അഭിപ്രായം തന്നെയാണ് വിദ്വാൻമാരുടെ ഇടയിൽ പ്രബലപ്പെട്ടിരുന്നതെന്ന് സ്പഷ്ടമാകുന്നുവല്ലോ. നാടകമുണ്ടാകുക എന്നുള്ളത് ആശയകമാണെങ്കിൽ ചമ്പു പ്രബന്ധങ്ങൾ ഉണ്ടാക്കിയാലും മതിയെന്ന് രാജാവ് സമ്മതിക്കുകയാൽ ഭട്ടതിരി സുഭദ്രാഹരണം, ദൂതവാക്യം, രാജസൂയം, മൃഗമോക്ഷം, നിരനാസികം, മഹത്സ്യാവതാരം ഇത്യാദികളായ 10 ചമ്പു പ്രതംഗങ്ങൾ ഉണ്ടാക്കുകയും അവയെല്ലാം അമ്പലപ്പുഴ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ചാക്യാർ അരങ്ങേറ്റം കഴിക്കുകയും ചെയ്തു. ഭട്ടതിരി പ്രബന്ധങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അവ പിന്നീട് ചാക്യാർ തോന്നിച്ചരങ്ങേറ്റം കഴിക്കുകയല്ല ചെയ്തത്. ഭട്ടതിരി ചാക്യാർക്ക് ഓരോ ദിവസം പറയുവാൻ മാത്രം കുറേശ്ശെ എഴുതി കൊടുക്കുകയും എഴുതി കൊടുക്കുന്നത് അന്നന്ന് തോന്നിച്ച് ചാക്യാർ അരങ്ങേറ്റം കഴിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഓരോ ശ്ലോകത്തിലും ഗദ്യത്തിലും ഭട്ടതിരി വിചാരിക്കുന്നതിലധികം അർത്ഥം ചാക്യാർ പറഞ്ഞിരുന്നതിനാൽ സന്തോഷവും ഉത്സാഹവും വർദ്ധിക്കുകയാലാണ് ഭട്ടതിരി 10 പ്രബന്ധങ്ങൾ ഉണ്ടാക്കാനിടയായത്. ഒരു പ്രബന്ധം ഉണ്ടാക്കുക തന്നെ ഭട്ടതിരി ആദ്യം വിചാരിച്ചിരുന്നുള്ളൂ. ചാക്യാർ പറഞ്ഞ ഒരു വിശേഷാർത്ഥം ഉദാഹരണത്തിനായി താഴെ പറയുന്നു. സുഭദ്രാഹരണം പ്രബന്ധത്തിലെ അത്രാഗതം എന്ന ശ്ലോകത്തിന് ചാക്യാർ കബരീ ഇഹ പ്രശിദ്ധിത ഇഹാനിധ, അതായത് തലമുടി ഇവിടെ വെച്ച് അഴിഞ്ഞു, ഇവിടെ വെച്ച് കെട്ടി എന്ന് രണ്ടായി ധ്വനിച്ച് അർത്ഥം പറഞ്ഞു. കൂത്തു കഴിഞ്ഞപ്പോൾ ഭട്ടതിരി ചാക്യാർ ഞാൻ വിചാരിച്ചതിനും ഒന്ന് കടത്തി വെട്ടിച്ചു, പ്രശിഷിത കബരി ഇഹാ നദ, അഴിഞ്ഞ തലമുടി അവിടെ വെച്ച് കെട്ടി എന്ന് ഒരന്വയമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ചാക്യാർ 2 അന്യായമിട്ട് പറഞ്ഞാലാണ് അധികം ചമൽക്കാരവും അർത്ഥവും എന്ന് പറഞ്ഞു. ഇങ്ങനെ അനേകം ശ്ലോകങ്ങൾക്ക് ആ ചാക്യാർ ഭട്ടതിരി വിചാരിക്കുന്നതിൽ അധികം അർത്ഥം പറയുകയും അവയെല്ലാം ഭട്ടതിരിയും
രാജാക്കന്മാരും സമ്മതിക്കുകയും ചെയ്തു. നാരായണ ഭട്ടതിരി സംസ്കൃത ചമ്പു പ്രബന്ധങ്ങൾ ഉണ്ടാക്കുകയും അവയെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൽപ്പന പ്രകാരം അമ്പലപ്പുഴ ചാക്യാർ അരങ്ങേറ്റം കഴിക്കുകയും ചെയ്തതിന് ശേഷം ആ പ്രബന്ധങ്ങളെ തന്നെ ശേഷമുള്ള ചാക്യാന്മാരും പാഠകരും ഉപയോഗിച്ചു തുടങ്ങുകയും അവയ്ക്ക് സർവത്ര പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. ഭട്ടതിരിയെ അനുകരിച്ച് വേറെ ചില വിദ്വാൻമാർ രംഗോപജീവികളുടെ ഉപയോഗത്തെ നിർദ്ദേശിച്ച് ചമ്പുയുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അവയിലൊന്നിനും ഭട്ടതിരിയുടെ പ്രബന്ധങ്ങളോളം പ്രചാരം സിദ്ധിച്ചിട്ടില്ല. ഭട്ടതിരി സംസ്കൃത ചമ്പു പ്രബന്ധങ്ങൾ ഉണ്ടാക്കി അരങ്ങേറ്റം കഴിപ്പിക്കുന്നതിന് മുമ്പ് ചാക്യാന്മാർ, പാഠകക്കാർ മുതലായവർ രാഘോജപജീവികൾ, ഭാഷാ ചമ്പു പ്രബന്ധങ്ങളാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. അതിനാൽ ഭട്ടതിരിയുടെ പ്രബന്ധ നിർമ്മാണ ഉദ്യമം രംഗോപജീവികൾക്കും ജനങ്ങൾക്കാകപ്പാടെയും ഉപകാരമായിട്ടുണ്ടെന്നത് പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 41 തീർന്നിരിക്കുകയാണ്. അടുത്ത അധ്യായം 42 വട്ടപ്പറമ്പിൽ വല്യമ്മ.